ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ വാഴക്കാട്ട് അങ്ങാടിയിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു നടപ്പാതയിലൂടെ നടന്നിട്ട് വേണം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകാൻ. ഒരു ദിവസം വാഴക്കാട്ട് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അവരുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മഹല്ല് കമ്മിറ്റിയല്ല, ക്ഷേത്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പല കാര്യങ്ങളും നാട്ടുവർത്തമാനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട അജണ്ട വന്നു. ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അതിന് ഉത്തരവാദപ്പെട്ടവർ ആ യോഗത്തിൽ അജണ്ട വെച്ചു. അവർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കണ്ണിയൻ മുസ്ലിയാർ. അവർ നാട്ടുകാർ അങ്ങനെ വിളിക്കാറില്ല, കണ്ണിയൻ മൂലിയാർ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിലേക്ക് റോഡില്ല എന്ന കാരണത്താൽ വഴികളിലൊക്കെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന രീതിയാണ്. എത്രയോ ശിഷ്യഗണങ്ങളും അനുയായികളുമുള്ള ഒരു വലിയ മഹാപണ്ഡിതന്റെ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനത്തിന് പോകാൻ സൗകര്യപ്പെടുന്ന ഒരു റോഡില്ല എന്ന് വന്നാൽ നാട്ടുകാരായ നമുക്കതിന്റെ മോശമുണ്ട്. ക്ഷേത്ര കമ്മിറ്റി യോഗം കൂടിക്കൊണ്ട് തീരുമാനിക്കുകയാണ്, ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുക. കാശ് വാങ്ങിയിട്ടല്ല, ഇത്തരമൊരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ബ്രോക്കർ വിട്ടുകൊണ്ട് വലിയ സംഖ്യ വാങ്ങിയിട്ടല്ല. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക് സന്ദർശകർ വരുമ്പോൾ ആ സന്ദർശകർ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോവാന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരായ നമുക്കതൊരു കുറച്ചിലാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ നിന്ന് ഉള്ള ഭൂമി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടാൻ സൗജന്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ക്ഷേത്രഭൂമി വാഹനം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയായാൽ, മതനിയമങ്ങളിൽ കണിശമായി പുലർത്തുന്നൊരു വ്യക്തിത്വമായാൽ അത് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യത്തിൽ മതവിശ്വാസം സ്വീകരിക്കുകയും മറ്റു സഹോദര സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആ കപട സ്വഭാവമാണ് സത്യത്തിൽ മതവിശ്വാസികൾക്ക് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരിക. സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുക, ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുക, ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളെ